എറണാകുളം തൈക്കുടത്ത് മകൾ പുറത്താക്കി വീട് പൂട്ടിപ്പോയതോടെ ദുരിതത്തിലായ വയോധിക ഒടുവിൽ പൂട്ട് തകർത്തകത്തു കയറി. സബ് കളക്ടറുടെ ഉത്തരവുണ്ടായിട്ടും മകൾ വീട് തുറന്നു നൽകാൻ തയ്യാറായില്ല. മണിക്കൂറുകൾ കാത്തുനിന്ന ശേഷമാണ് രാത്രി വൈകി സരോജിനിയമ്മ വീടിനുള്ളിൽ കയറിയത്. തൈക്കൂടം സ്വദേശിയായ സരോജിനിയമ്മ കുടുംബസ്വത്ത് 2 പെൺമക്കൾക്കായി വീതിച്ചു നൽകി. വീടുൾപ്പെടെ നൽകിയ മൂത്ത മകൾ ജിജോയ്ക്കൊപ്പമായിരുന്നു സരോജിനിയമ്മയുടെ താമസം. ഏതാനും നാൾ മുമ്പാണ് മകൾ സരോജിനിയമ്മയെ പുറത്താക്കി വീട് പൂട്ടിപ്പോയത്. ഫോർട്ട് കൊച്ചി മെയിന്റനൻസ് ട്രിബ്യൂണലിൽ ഹർജി നൽകിയപ്പോൾ പ്രിസൈഡിംഗ് ഓഫീസറായ സബ് കളക്ടർ കെ മീര സരോജിനിയമ്മയെ സ്വന്തം വീട്ടിൽ താമസിപ്പിക്കാൻ ഇടക്കാല ഉത്തരവിട്ടു. പോലീസ് ഉദ്യോഗസ്ഥർ ബന്ധപ്പെട്ടിട്ടും മകൾ വീട് തുറന്നു നൽകാൻ തയ്യാറാകാത്തതോടെ രാത്രി വൈകിയും സരോജിനിയമ്മ വീടിനു മുന്നിൽ ഇരുന്നു. സ്ഥലം MLA ഉമാ തോമസും നാട്ടുകാരും ആവശ്യപ്പെട്ടിട്ടും പോലീസിന്റെ ഭാഗത്തുനിന്ന് കാര്യമായ ഇടപെടലുണ്ടായില്ല. എതിർകക്ഷികളെ കേട്ട ശേഷം മാത്രമേ കേസിൽ അന്തിമവിധി പറയാനാകൂവെന്ന് സബ് കളക്ടറും ഫോണിൽ അറിയിച്ചു. എന്നാൽ പിന്മാറാൻ ഒരുക്കമല്ലാത്ത സരോജിനിയമ്മ വീടിനു മുന്നിൽ തുടർന്നു. രാത്രി വൈകിയും മകൾ എത്തുന്നില്ലെന്ന് കണ്ടതോടെ സ്വയം വീട് കുത്തി തുറന്ന് ഉള്ളിൽ കയറി. അവർ പറയുന്നത് ബ്രേക്ക് ചെയ്യാനായിട്ടുള്ള ഓർഡർ ഇല്ല, ഇത് ഇന്ററിം ഓർഡറാണ്. അപ്പോൾ ഇതിൽ അടിയന്തരമായിട്ട് അവരെ അകത്ത് താമസിപ്പിക്കണം എന്ന് തന്നെയാണ് ഓർഡർ. അതിൽ ബ്രേക്ക് ചെയ്യണം എന്നുള്ളത് എഴുതിയിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെ ഒരു കാര്യം പ്രത്യേകിച്ച് എഴുതുമോ എന്നുള്ളതിനെപ്പറ്റി എനിക്ക് നിയമം അറിയില്ല. സരോജിനി അമ്മയെയും മക്കളെയും ഇന്ന് ഒരുമിച്ചിരുത്തി ചർച്ച ചെയ്ത ശേഷം കേസിൽ അന്തിമ തീർപ്പുണ്ടാക്കാമെന്നാണ് സബ് കളക്ടർ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇനി വീട്ടിൽ നിന്ന് ആരു പറഞ്ഞാലും ഇറങ്ങില്ലെന്ന നിലപാടിലാണ് സരോജിനിയമ്മ. 24 കൊച്ചി.